നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുമായി സംവദിക്കാനാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിൽ ചിന്തിച്ച ഭാവി പരിപാടികൾ വാക്കുകളിലൂടെ എല്ലാവരോടും വെളിപ്പെടുത്തരുത് എന്നൊരു സംസാരമുണ്ട്. അത് അന്വേഷിച്ചാൽ വളരെ ശരിയാണെന്ന് തോന്നും. കാരണം നമ്മുടെ ഭാവി പരിപാടികൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ കാര്യം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും. അതിന് പ്രമാണമുണ്ട്. മനസാ ചിന്തിതം കാര്യം വാചാ നൈവ പ്രകാശയേൽ മന്ത്രേണ രക്ഷയേൽ ഗൂഢം കാര്യ ചാപി നിജാജയൽ എന്നുണ്ട്. അത് ജയിക്കണമെങ്കിൽ വളരെ വിശ്വസ്തന്മാരും ബുദ്ധിമാന്മാരുമായ സുഹൃത്തുക്കളുമായി രഹസ്യമായി ചർച്ച ചെയ്തിട്ട് അവ നടപ്പിൽ വരുത്തണമെന്നാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അത് 100% ശരിയാണ്. മൂഢന്മാരും വിഡ്ഢികളുമായ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ഭാവി പരിപാടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് എല്ലായിടത്തും പബ്ലിക്കാക്കും. മാത്രമല്ല, നിങ്ങളുടെ ആ ഉദ്ദേശിച്ച കാര്യത്തിന് പലതരത്തിലുള്ളതായ മുടക്കങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് വളരെ രഹസ്യമായി വിതച്ച് ആഘോഷപൂർവ്വം കൊയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ഓരോ പരിപാടികളും നമുക്ക് ചിലപ്പോൾ നടപ്പാക്കാൻ സാധിക്കാണ്ട് വന്നാൽ അവൻ അത് പറഞ്ഞിരുന്നു, പക്ഷെ അവനത് നടക്കാണ്ട് പോയി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാവും. നമ്മളോട് ചിരിക്കുന്ന ആളുകളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണെന്നുള്ള മിഥ്യാധാരണ നമുക്ക് വേണ്ട. വളരെ പോസിറ്റീവായി മാത്രം നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. ആ കാര്യം നമുക്ക് ഈശ്വരൻ സാധിപ്പിച്ച് തന്നെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഉറച്ച മനസ്സോടും ബുദ്ധിയോടും കൂടിയിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ വളരെ രഹസ്യമായിട്ട്, നിങ്ങൾ വീട് പണിയാണെങ്കിലും വാഹനം മേടിക്കലാണെങ്കിലും വിവാഹം ഇത്യാദി എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി മാത്രം നടപ്പാക്കുക. അത് പരസ്യമാക്കുന്നത് ആ സമയത്ത് മാത്രമേ അറിയാവൂ. അതിന് മുന്നോടിയായി പരസ്യമാക്കി കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അടുത്തൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.